ഹലോ എവരി വൺ. അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഹൃദയം പൂർവ്വം എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്, അതായത് എൻ്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറയാനാണെങ്കിൽ നല്ല ഒരു സിനിമ, കൂടുതലും ഇല്ല കുറവുമില്ല. അത് നമുക്ക് ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കണ്ടിറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമ. അതാണ് ഹൃദയപൂർവ്വം. പിന്നെ ഈ 2.5 മണിക്കൂറിൽ ആദ്യം തൊട്ട് അവസാനത്തെ ഒരു സീൻ വരെ നമുക്ക് മോഹൻലാലിനെ കണ്ട് ഇങ്ങനെ ഇരിക്കാം, രസിക്കാം. മോഹൻലാലിൻ്റെ ഫുൾ ടൈം, അതായത് ഒരു സ്ക്രീനിൽ ഒരു സീനിൽ പോലും പുള്ളി ഇല്ലാതിരിക്കുന്ന ഒരു സീൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കുറേ സിനിമയിൽ ഇപ്പം മോഹൻലാൽ സിനിമയെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമയെന്നൊക്കെ പറയുമ്പം ഒന്നെങ്കിൽ അവർ കുറച്ച് നേരമായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ എൻട്രി തന്നെ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. മോഹൻലാൽ സിനിമയെന്ന് പറയുമ്പോൾ മോഹൻലാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്. അപ്പം മോഹൻലാലിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ ഫുൾ ടൈം കണ്ട് ഇങ്ങനെ രസിക്കാൻ പറ്റുന്നൊരു സിനിമ. പിന്നെ എന്താ പറയുക, ഇപ്പം പുള്ളിയുടെ പണ്ടത്തെ പോലത്തെ പുള്ളിയുടെ കള്ളച്ചിരിയും അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻറ്റ് സീൻസും, ഇപ്പം എന്താ പറയുക, തുടരിൻ്റെ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ഒരു മോഹൻലാൽ ഒരു സിനിമ ഫുള്ളായിട്ട്, അതാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. നമുക്ക് ഫുൾ ടൈം പുള്ളിയെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. അല്ലാതെ ഒത്തിരി നമ്മളിങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടുവോ ടെൻഷൻ അടിക്കുവോ, ഇത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സീനിൽ എന്തായിരിക്കും നടന്നത്, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്, അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് അത് കണ്ട് രസിച്ച് വരാൻ പറ്റുന്നൊരു സിനിമ, അത്രേ ഉള്ളൂ. അത് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. പിന്നെ പറയാനാണെങ്കിൽ സംഗീത് പ്രതാപ്, നമ്മുടെ അമൽ ഡേവിസ്, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയും ഏറെക്കുറെ ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളിയും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കോംബോ, മോഹൻലാൽ സംഗീത് പ്രതാപിൻ്റെ കോംബോ എന്ന് പറയുമ്പം എനിക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുള്ളി അത്യാവശ്യം ഒരു ന്യൂജൻ ആക്ടറാണ്. അപ്പോൾ പുള്ളി എങ്ങനെയായിരിക്കും മോഹൻലാലിൻ്റെ കൂടെ ഒരു കോംബോ, അത് വർക്കൗട്ട് ആവും എന്നൊക്കെ ഉള്ള സംഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, മോഹൻലാൽ ശ്രീനിവാസൻ, മോഹൻലാൽ ജഗതി, മോഹൻലാൽ മുകേഷ്, ഈ കോംബോകളൊക്കെ ഭയങ്കര ഹിറ്റാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പം അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടൂ. പക്ഷേ സ്റ്റിൽ അതുപോലെ തന്നെ വർക്കൗട്ടായി. നമുക്ക് അത്രയും ഇഷ്ടപ്പെടും ഇവരുടെ. അവർ രണ്ടുപേരും, ഒരാളെ താത്തിയോ ഒരാളെ പൊക്കിയോ അങ്ങനെ ഒന്നുമല്ല, പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് അവരുടെ രണ്ടിൻ്റെയും കൂടെ ഒരു കഴിവുകൊണ്ടാണ് അത്രയും ഇതായിട്ട് നടന്നത്. അത് അത്രയും ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല, ഭയങ്കര രസമായിട്ട് പോകുന്നൊരു കോംബോ രണ്ടുപേർക്ക്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമള, സംഗീത മാധവ്, പുള്ളിക്കാരത്തി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് എന്ത് കൊടുത്തോ അതിങ്ങനെ കറക്റ്റായിട്ട്, ഒട്ടും ഓവർ ആക്ടിങ്ങോ അല്ലെങ്കിൽ കുറഞ്ഞു പോയണോ അങ്ങനെയൊന്നും തോന്നത്തില്ല, കറക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ മാളവികയുടെ ഒരു ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കെന്തോ അത്ര എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളുടെയും ക്ലോസപ്പ് സീൻസാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്തിൻ്റെ അടുത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാളവിക അഭിനയിക്കുമ്പോഴെല്ലാം മുഖം വെച്ച് കുറച്ച് ഓവറായിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്ന പോലെ തോന്നി. അത് ചിലപ്പോൾ എൻ്റെ മാത്രമായിരിക്കും, എന്നെ അത് കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാവർക്കും അത് തോന്നണമെന്നില്ല. എന്തോ ഇങ്ങനെ വിറപ്പിക്കുന്ന പോലെ. അതിന് പുള്ളിക്കാരത്തിയുടെ ഒരു രീതിയാണോ അതൊന്നും എനിക്കറിയത്തില്ല. അത് കുറച്ച് എന്നെ ഒരിതാക്കി. അല്ലാതെ അഭിനയം ഓക്കെയായിരുന്നു. പിന്നെന്താ, സിദ്ദിഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ, എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ പാട്ടുകൾ, 2 പാട്ട്, നമ്മുടെ സിദ് ശ്രീറാം പാടിയ വെൺമതിയും പിന്നെ ഹൃദയപൂർവ്വത്തിൻ്റെ ടീച്ചറായിട്ടുള്ള ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും, അത് രണ്ടും നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയൊന്നും അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഈവൻ ചിലതിൻ്റെ ഒരു ടൈമിങ്ങും അത്ര അങ്ങോട്ട് ശരിയാവുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് ഹാഫ് എൻജോയ് ചെയ്തിരുന്നില്ല, പക്ഷേ ഇടയ്ക്ക് നമുക്ക് ചെറിയതായിട്ട് ഇതൊന്നും വലിച്ചു നീട്ടുന്നില്ലേ എന്നുള്ളൊരു സംഭവം വരും. പക്ഷെ അപ്പോഴും നമുക്ക് മടുത്തിറങ്ങി പോകാനൊന്നും തോന്നത്തില്ല. അതിപ്പം ഒട്ടുമിക്ക നമ്മുടെ പണ്ടത്തെ സിനിമകളാണെങ്കിലും നമുക്കത് ഇച്ചിരി ലാഗാന്ന് തോന്നുന്നില്ല, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനും തോന്നും. അതൊക്കെ ആ ഒരു മൂവിയുടെ അത് ഉണ്ടാക്കുന്നവരുടെ ഒരു കഴിവായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിനിമയ്ക്ക് അങ്ങനെയല്ല. നമുക്ക് കൊള്ളത്തില്ലെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ലാഗടിക്കുമെന്ന് തോന്നിയാൽ നമുക്ക് നിർത്തിപ്പോകാൻ തോന്നും, അത്രയ്ക്കും മടുപ്പിക്കും. പക്ഷെ ഇത് അങ്ങനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഒരു വലിച്ചു നീട്ടൽ പോലെ തോന്നും. പക്ഷെ അപ്പോഴും അത് കണ്ടിരിക്കാൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെന്താ, ഒരു അത്രേ ഉള്ളൂ. അത് പിന്നെ ഓരോരുത്തരുടെ ചെറുതായിട്ടൊന്ന് ഡ്രമാറ്റിക് ആവുന്ന പോലെ, പക്ഷെ അത് ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ആ ഒരു കഥയിൽ അങ്ങനെയാണ്, അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല.
പക്ഷെ അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ എല്ലാ പോസിറ്റീവ്സും അല്ലെങ്കിൽ നെഗറ്റീവ്സും. ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ്സൊക്കെ എനിക്ക് മാത്രം തോന്നി ചെറിയ ചെറിയ അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാൻ തോന്നും. നമുക്ക് ആ സിനിമ കാണുമ്പോൾ അതിങ്ങനെ അത് തന്നെ ആലോചിച്ചിരിക്കാനൊന്നും തോന്നത്തില്ല. പക്ഷേ എന്താ പറയുക, അപ്പം ടോട്ടൽ ഒരു 2.5 മണിക്കൂർ ഫാമിലി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അതാണ് ഹൃദയപൂർവ്വം. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ എഴുതുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.